Hyundai 85 pipeline. അറേഞ്ച് ബോൾ വാലാണ്. ക്ലാമ്പ് ബോൾ വാൽ സീറ്റിംഗ് ചെയ്യാനായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്യേണ്ടി വരും. അരക്കര 2 BSP ടഫാണ്. 22 ഇവിടെ ഇത് പ്രഷർ ലൈൻ, ഇത് റിട്ടേൺ ലൈൻ. പ്രഷർ നോക്കാനുള്ള പോർട്ടുണ്ട്. പോകുന്നത് ഇതാണ് മെഷീൻ്റെ കൺട്രോൾ വാൾവ്. പ്രഷർ ലൈൻ വന്നിട്ട് ഇവിടെ ഒരു ഡമ്മി ഉണ്ട്, അതഴിച്ച് അരക്കര BSP അഡാപ്റ്റർ നേരെ യൂസ് കണക്ട് ചെയ്യാം. ഇനി റിട്ടേൺ ഹോസ് പോയിട്ട് ഇതാണ് റിട്ടേൺ ഹോസ്. ഇത് നേരെ നമ്മുടെ റിട്ടേൺ ലൈൻ ഫിൽറ്ററിലേക്ക് ഒരു എക്സ്ട്രാ ക്ലാമ്പ് ഇതിൻ്റെ ഫിൽറ്റർ കണക്ട് ചെയ്യുന്നു. ഇവിടെ ഒരു 3/4 വരെ BSP അഡാപ്റ്റർ ഇട്ട് ഇതിൽ വിൻഡോസ് റിട്ടേൺ കൊടുക്കുന്നു. തിരിച്ച് ഔട്ട് പോകുന്ന ഹോസാണെങ്കിൽ ഒരു എൽബോ കണക്ഷൻ ഉണ്ട്, സിവൽ എൽബോ. നേരെ അവിടെ ഒരു ഡമ്മി ആയിരുന്നു, അതഴിച്ച് അവിടെ കണക്ട് ചെയ്യുന്നു. ORFS ആയിരിക്കും അവിടെ വരുന്നത്, ഇവിടെ BSP. ഇനി അടുത്തത് സോളിനോട് കണക്ഷനാണ്. സോളിനോട് ഇവിടെ ഒരു ബോൾട്ട് വെച്ചിട്ട് ഇവിടെ കണക്ട് ചെയ്യുന്നതാണ്. ഇതിൻ്റെ ഒരു വയറ് എർത്ത് ചെയ്തിട്ടുണ്ട്. ഇത് നേരെ പോകുന്നത് ഫുഡ് പെഡലിലേക്കാണ്. ഫുഡ് പെഡലിൻ്റെ അടുത്ത വയർ നേരെ ബാറ്ററിയിലേക്ക് പോകും. പിന്നെ ഇത് സോളിനോടാണ്. ഇതിനകത്ത് 3 കണക്ഷനാണ് വരുന്നത്. അതിനകത്ത് P വരുന്നുണ്ട്, പിന്നെ B വരുന്നുണ്ട്, പിന്നെ T വരുന്നുണ്ട്. അതിനകത്ത് P എന്ന ലൈൻ നേരെ ക്യാബിൻ്റെ കീഴെ ബാക്കിലേക്കാണ് പോകുന്നത്. പിന്നെ B എന്ന ലൈൻ, B എന്ന പോർട്ട് നേരെ ഇതാണ് B എന്ന പോർട്ട്. ആ പോർട്ടിൽ കൊടുത്തിരിക്കുന്ന 4 ഇഞ്ച് ഹോസ് നേരെ സ്പൂളിൻ്റെ മുകളിൽ കണക്ട് ചെയ്തിരിക്കുന്നു. പിന്നെ ഇതിന് നേരെ താഴെ T എന്ന കണക്ഷൻ ഉണ്ട്. ഈ സോളിനോട് ഈ കൺട്രോൾ പോലെ താഴെ അവിടെ നിന്ന് എടുത്ത ഹോസാണ് നമ്മൾ മെഷീൻ്റെ ഇവിടെ 2 T ഇടുന്നു. ഇതൊരു T, മറ്റേ T. ആ എൽബോ ഊരിയിട്ട് നമ്മൾ 2 T ഇട്ടതിൽ ഇത് മെഷീൻ്റെ ഹോസ് കണക്ട് ചെയ്യുന്നു. പിന്നെ താഴെയിൽ നിന്ന് വന്നിരിക്കുന്ന T ഒരു Tയിൽ കണക്ട് ചെയ്യുന്നു. പിന്നെ നമ്മുടെ സോളിനോഡിൽ നിന്ന് വന്നിരിക്കുന്ന T ഇവിടെയും കണക്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ 2 T റിട്ടേൺ പോകുന്നുണ്ട്. ഒരെണ്ണം സോളിനോഡിൽ നിന്നും ഒരെണ്ണം കൺട്രോൾ വാലിൻ്റെ താഴെ നിന്ന് വരുന്ന റിട്ടേൺ T. പിന്നെ ഉള്ളത് ഇതിൻ്റെ P ആണ്. P എന്ന ലൈൻ പോകുന്നത് ഇതുവഴി ബാക്ക് സൈഡിലാണ്. ആ സോളിനോഡിൽ വന്നിരിക്കുന്ന ഒരു പൈലറ്റ് ഹോസായ പിയിൽ നിന്ന് വന്ന ഹോസാണ് നമ്മൾ ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്നത്. ഈ ബെൻഡ് ഹോസ് നേരെ പോയിരിക്കുന്നത് സോളിനോഡിലേക്കാണ്. ഇത് സ്പൂളിൻ്റെ അടിയിൽ നിന്ന് താഴെ ടാങ്കിലേക്ക് പോകുന്ന ഒരു ഡമ്മി അഴിച്ച് ഫിറ്റ് ചെയ്യുന്ന ഹോസാണ്. അത് നേരെ ടാങ്കിലേക്ക് പോകും. അതിൻ്റെ മേളിൽ കണക്ട് ചെയ്യുന്ന 4 ഇഞ്ച് ഹോസ് പിയിലേക്കാണ് കണക്ട് ചെയ്യുന്നത്. അതിൻ്റെ വാഷ് വഴിയാണ് എടുക്കുന്നത്. ഇതിപ്പോൾ അരക്കരല്ലേ?
അല്ല കാൽക്ക് അത് തീയ അത് നേരെ പമ്പിലേക്ക് പോകും. അപ്പോൾ അത് നേരെ പമ്പിലേക്കല്ലേ? പമ്പ് സോളിനോഡിലെ ബി അല്ലേ? സോളിനോഡ് പി ബി സോളിനോഡ് ബി. അതെല്ലാം ഇവിടെ അടിച്ചേ, അതെല്ലാം ഇവിടെ അടിച്ചേ, കഴിക്കൂ. അതല്ല അങ്ങനല്ല, ഇവിടെ കളഞ്ഞില്ലെങ്കിൽ അത് ചീത്തരിക്കും അല്ലേ? ഓൾറെഡി കളഞ്ഞല്ലേ? അരക്കര ഹോസ്, അരക്കര അഡാപ്റ്റർ. ചേട്ടാ ചേട്ടാ പോലെ നിനക്ക് പൈപ്പ് ഞാൻ ആ ആ അഭിഷേകരാവോ? ഈ സാധനം ഫീൽക്കായോ കിടക്കണോ? ഇത് वो 14-15 का रिंग है, 40-50 रिंग है. ചേട്ടാ ഇലക്ട്രിക് കൊടുക്കാൻ തല പോയിന്ന് പറഞ്ഞു. എടാ തല പോകാനൊന്നുമില്ല, ഞാൻ ആലോചിച്ച് നോക്ക്. ബാലറി ടു സ്വിച്ച് പെടൽ, പെഡൽ ടു സോളിനോട് നമ്മൾ തീർന്നു. ചേട്ടാ ഇതിനകത്തും പിന്നെ മറ്റേ ഉള്ളിലെ സാമാനം ഏത് ഉള്ളിൽ ഇങ്ങനെ തീയാണ് കണ്ടില്ല. അത് ഞാൻ കണ്ടു, പിന്നെ ഞാൻ ഡേറ്റ് ചെയ്ത
റെക്കോർഡിങ് ചേർക്കും. ഇത് ഓൺ പൊസിഷൻ, ഇത് ഓഫ് പൊസിഷൻ, ഇത് ഓൺ, ഇത് ഓഫ്. ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ 12 വോൾട്ട് ആയിരിക്കും. ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ 24 അല്ല, ഇത് 24 അല്ലേ? 24 ഇതില് 12 ഇതില് 12 ഇതിൽ. ഇവിടെ കൊടുത്താലും 24 ആവും. ഇതൊക്കെ റേറ്റ് അങ്ങനത്തെ പറഞ്ഞല്ലേ. ഓക്കെ, ഇത് 24, ഇത് 12. 12 വോൾട്ട് സോളോയിഡ് ആയതുകൊണ്ട് 12 വോൾട്ട് ബാറ്ററിയിലാണ് കണക്ട് പോസിറ്റീവ്. സ്വിച്ച് പിടിപ്പിച്ച കാരണം ഫ്യൂസ് ബോക്സിൻ്റെ ഫ്യൂസിൽ കണക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്നാണ് പറയുന്നത്.